മൈ ഡിയേഴ്സ്, അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഉത്രാടമൊക്കെ ആയിട്ട് കണ്ടില്ലേ, കാലത്ത് തന്നെ മഴയാണ് കേട്ടോ. മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഒരുപാട് ആൾക്കാർ പൈസ മുടക്കിയിട്ട് ഓരോ പരിപാടികൾ വെച്ചിട്ടുണ്ടാവും. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് എങ്ങോട്ടേക്ക് ഒരു അമ്പലത്തേക്ക് പോലും പോകാമെന്ന് പറയുമ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു ചടപ്പാണല്ലേ, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് സദ്യ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എരിശ്ശേരി വെച്ചിട്ടുണ്ട്, രസം വെച്ചിട്ടുണ്ട്, ഓലൻ വെച്ചിട്ടുണ്ട്, പിന്നെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ട്. ഇന്നും സദ്യ നാളെയും സദ്യ ആകുമ്പോൾ ഭയങ്കര ഒരു ചടപ്പാവില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ചെയ്തത്. അപ്പം അമ്മയ്ക്കായിട്ടുള്ള ചോറും കറികളൊക്കെ ഇവിടെ ആക്കുന്നുണ്ട് കേട്ടോ. അമ്മ റെഡിയായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കടയിലെ സ്റ്റാഫ് എല്ലാവരും ധാവണയാണ് കൊടുക്കുന്നത്. നമ്മുടെ കടയല്ല കേട്ടോ, അമ്മ വർക്ക് ചെയ്യുന്ന കട. അപ്പോൾ അമ്മയ്ക്കും ഒരാഗ്രഹം, അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അമ്മ ധാവണയൊക്കെ കൊടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എന്താ പറയുക, മോശപ്പെട്ട ഡ്രസ്സൊന്നും അല്ലല്ലോ ഈ ധാവണി എന്നുള്ളത്, അത് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഇന്നലെ കുട്ടിപ്പൂരടൊക്കെ ആയിട്ട് അവൾ ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. എന്ന് ഞാൻ നേരത്തെ തന്നെ അതിൻ്റെ പരാതിയും പരിപാടികളൊക്കെ തീർത്തിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് അച്ഛനെടുത്ത ഡ്രസ്സാണ് കേട്ടോ, പാൻറ്റും ഈ ബനിയനും. അപ്പോൾ അനിയനോട് ഞാനത് അലക്കിയ ഡ്രസ്സൊക്കെ തോരിയിടാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവനൊരു ഭാഗത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്പം ചട്നിയൊക്കെ ഉണ്ടാക്കി, പിന്നെ രസവും വെക്കുന്നുണ്ട്, പിന്നെ അടിക്കൽ തുടക്കൽ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പൂവൊക്കെ ഇട്ട് കുളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കാലത്ത് നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞ് കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തോ പോലെയാണ്. എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ പൂട്ട സ്ഥലത്ത് നിന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെറുതായിട്ട് ഇട്ടിട്ട് കൊലായിലാണ് പിന്നെ പൂട്ടത്. കാരണം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് പൂ വാങ്ങിയിട്ട് അത് അങ്ങനെ പോവില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടതാണ്. മോൾക്ക് പിന്നെ വേറെ ഡ്രസ്സും ഇട്ടിട്ട് അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയത്. അപ്പോൾ ഇത് ഉത്രാടം ദിവസത്തിൽ കൊടുക്കാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷം കേട്ടോ. അങ്ങനെ മോൾക്ക് ഉറക്കം വരുന്നു പറഞ്ഞപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ പായസമൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ അതും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3-4 വായ കഴിച്ചത് അവൾക്കത് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ പ്ലേറ്റിൽ തന്നെ അനിയനും മതിയെന്ന് പറഞ്ഞിട്ട് അവനും കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനെന്താ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.